ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കൊതി തോന്നി വാങ്ങിയത് ആ പാർലേജിയുടെ ബിസ്ക്കറ്റ്. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വാവക്കൊട്ടനും ആ പാർലേജികളും ഏകദേശം സെയിം പോലെ ഇരിപ്പുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞു എവിടേക്കോ ഒരു ചായ കാച്ചിയ പോലെ തോന്നുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, പഴയ പാർലേജിയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും വൈഫ് നല്ല പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസിന്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മുടെ യൂണിക്കോൺ ക്യാപ്ചേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ നമ്മുടെ ഓണത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഇവർ തന്നെയാണ് എടുത്തത്. എല്ലാം നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. അങ്ങനെ വാവക്കൊണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാവയുടെ സിംഗിൾ ഫോട്ടോസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് തീർത്തു. കാരണം കുട്ടികളല്ലേ എപ്പോഴാ മൂഡ് പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ബിഹൈൻഡ് ദ സീൻ. കാരണം വാവക്കോട്ടൻ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുമെന്ന് അറിയാം, എന്നാലേ അവളെ ചിരിക്കത്തുള്ളൂ. ഒരുവിധം ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാവയ്ക്ക് അപ്പം തന്നെ വാവയുടെ ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്യണം. വലിയ ഏതോ സാറന്മാർ നോക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ നോക്കിയിരുന്നത്. ഫോട്ടോസ് ഒക്കെ എടുത്ത് അവർ നേരെ സ്ഥലം വിട്ടു. അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക് വിട്ടുന്ന ഒരു ബാക്ക് ഡേ ആയിരുന്നു. അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈഫിന് ഇന്ന് രാത്രി 12 മണിക്കായിരുന്നു ചെക്കിൻ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. വാവക്കൊണ്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കറക്റ്റായിട്ട് റെഡിയായി. പിന്നെ ഞങ്ങൾ അമ്മയെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലെത്തി. സോ ടാറ്റാ.